തെറികള് സർവ്വസാധാരണമായിട്ട് പറയുന്ന ഒരു നാടാണ് കേരളം. ഇവന്റെയൊക്കെ സംസ്കാരത്തിന് ഇവനെയൊക്കെ ആ ഒരു വാക്ക് തന്നെയാണ് വിളിക്കേണ്ടത്. അവന്റെ വിചാരം അവൻ വലിയ മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്നാണ്, എല്ലാം തികഞ്ഞു നിൽക്കുന്നവനാണ് എന്നാണ്. അവൻ തടിയൊന്ന് കുറച്ചു കഴിഞ്ഞാല് ശരി സെറ്റാവും, അടിപൊളിയാവും എന്ന് പറയാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു ഡാവാണ് ഒനീൽ സാബു. അവന്റെ അടുത്ത് ഇതൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെ തെറി പറയാനേ പറ്റുള്ളൂ എന്നാണ് അക്ബർ പറയുന്നത്. തെറി പറഞ്ഞതിൻ്റെതായ ഒരു രീതിയിലുള്ള ഒരു ഗിൽറ്റ് ഫീലിംഗ് ഈ പുള്ളിക്കില്ല. അപ്പാനിശരത്തിന്റെയും അനുമോളുടെയും ശൈത്യയുടെ ഒക്കെ അടുത്ത് വന്നിരുന്ന ഈ രീതിയിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ആണ് അക്ബർ കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തെറി പറയുന്നതോ അല്ലെങ്കിൽ മോശമായ വാക്കുകൾ പറയുന്നതോ ഒക്കെ ബിഗ് ബോസ് പോലൊരു റിയാലിറ്റി ഷോയ്ക്കകത്ത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. സീസൺ 4 ഈ തെറിയുടെ പെരുമഴ എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ്. ആ സീസണിലാണെങ്കിൽ പോലും എല്ലാവരും തെറി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ഈ രീതിയിലുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അത് തെറി പറഞ്ഞു, ആ ഒരു ചൂടിൽ ആ ഒരു ദേഷ്യത്തിൽ അവര് തെറി പറഞ്ഞു. വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് നല്ല നാളെണ്ണം പറയും, ആ സമയത്ത് സോറിയും പറഞ്ഞിട്ടുണ്ട് പലരും. പക്ഷെ അക്ബർ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത് പറഞ്ഞാൽ തെറികൾ സർവ്വസാധാരണമായിട്ട് പറയുന്ന ഒരു നാടാണ്. കാരണം ഞാൻ തെറി പറഞ്ഞു, അതിനെന്നാണ്, അതിനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂളായിട്ടിരിക്കുവാണ്. എന്തായാലും ഒനീൽ സാബു ഇത് വെച്ച് നല്ല രീതിയിൽ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അക്ബറിന് നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പണികളുടെ ഒരു സീസൺ ആണല്ലോ. ഓൾറെഡി രേണുവിനെ അങ്ങനെ വിളിച്ചതിന്റെ പേരിൽ ഒരു പണി കിട്ടിയിട്ടിരിക്കുവാണ് അക്ബറിന്. രേണു നല്ലത് പറയണം അക്ബറിനെ പറ്റി. ഇപ്പോ ഒനീലിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം എന്നുള്ളൊരു പണി അക്ബറിന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം വാക്കുകൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സീസണിൽ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അനിവാര്യമായ ഒരു കാര്യമാണ്.